നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ പോയപ്പോൾ മൈക്ക് പണിമുടക്കിയതിന്റെ പേരിൽ മൈക്കിനെ കസ്റ്റഡിയിലെടുത്ത പോലീസിന് മറ്റൊരു സംഭവത്തിൽ തെളിവ് സഹിതം പരാതി നൽകിയിട്ട് പോലും കേസെടുക്കുന്നില്ല. കേസിൽ നിന്ന് ഒളിച്ചോടാൻ പോലീസുകാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്ക് കൂട്ടുനിന്നിട്ടാണ് പോലീസിന്റെ ഈ ഒളിച്ചോട്ടം? പോലീസ് ഭയക്കുന്നത് ആരെയാണ്? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന പരാതിയിൽ പോലീസ് നടപടി വൈകിപ്പിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എസ്കോർട്ട് നിൽക്കാൻ മാത്രമായുള്ള വിഭാഗമായി കേരള പോലീസ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ കേരള പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തുള്ളത്. പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ പോലീസ് നിസ്സംഗരായാണ് പെരുമാറിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പരാതി നൽകിയ പെൺകുട്ടിയുടെ പിതാവിനെ CI പരിഹസിച്ചു. കേസിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുണ്ട്. ഇക്കാര്യം പെൺകുട്ടിയുടെ പിതാവിനെയും അറിയിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ പെൺകുട്ടിയെ ആക്രമിക്കുകയും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടുകയും ചെയ്തത് അവിശ്വസനീയം തന്നെയെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലാണ് പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഇതൊന്നും അനുവദിച്ചു നൽകാൻ സാധിക്കില്ല. കേരളം പോലുള്ള പ്രബുദ്ധമായ സംസ്ഥാനത്തിന് അപമാന ഭാരം കൊണ്ട് തലകുനിച്ച് നിൽക്കേണ്ടി വന്ന സംഭവമാണ് പന്തീരങ്കാവിൽ ഉണ്ടായതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ഇതൊന്നും ആർക്കും സഹിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. എന്നിട്ടും പോലീസിന് എന്താണ് പറ്റിയതെന്നാണ് വി.ഡി. സതീശൻ ചോദിക്കുന്നത്. അവർ ഇരകൾക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. ആലുവയിൽ വീട് ആക്രമിച്ച കേസിൽ പരാതിക്കാരനെ സ്റ്റേഷനിൽ എത്തിച്ചതല്ലാതെ പോലീസ് മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല. പരാതിക്കാരൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നതിനിടെ വീണ്ടും അതേ ഗുണ്ടാ സംഘം വീട് ആക്രമിച്ചു. തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ ഗുണ്ടാലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുമ്പോഴും കേരള പോലീസ് നിസ്സംഗരായി നിൽക്കുകയാണ്. പോലീസുകാരുടെ കൈകൾ കെട്ടപ്പെട്ട നിലയിലാണ് എന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. അറിയപ്പെടുന്ന ക്രിമിനലുകൾക്ക് പോലും സംരക്ഷണം നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ തീരെയില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ സ്ഥിതി തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നവവധുവിനെ അതിക്രൂരമായി തല്ലിച്ചതച്ച ഭർത്താവെന്ന് പറയുന്ന രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോട്ടയത്ത് പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടാണ്. കല്യാണത്തിന് മുമ്പ് പണം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പണത്തിനായി സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് ഗുരുവായൂരിലെ വിവാഹ ചടങ്ങിൽ നിന്നും യുവതിയുടെ കുടുംബം പിന്മാറിയതെന്നാണ് റിപ്പോർട്ട്. ഈ വിവരം മറച്ചുവെച്ചാണ് പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് എന്ന് തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ രാഹുലിന്റെ അമ്മ മർദ്ദനമേറ്റ യുവതിയെ അതിമോശമായ രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായി ഒരു നവവധുവിനെ സ്ത്രീധനത്തിന്റെ പേരിൽ തല്ലിച്ചതച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും തെളിവ് ലഭിച്ചിട്ട് പോലും അതിനെതിരെ നടപടിയെടുക്കാത്ത പോലീസിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്.